കോട്ടയം മണ്ഡലം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ത്രികോണ മത്സരത്തിലേക്കാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോകുന്നത്. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. മതസാമുദായിക വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ്. മുൻവർഷങ്ങളിലെ കണക്കുകൾ എടുത്തുനോക്കിയാൽ UDFന് മേൽക്കൈയുള്ള മണ്ഡലമാണ് കോട്ടയം. ഇടതുപക്ഷവും അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. ത്രികോണ മത്സരത്തിലേക്ക് തന്നെയാണ് മണ്ഡലം പോകുന്നത്. ശബരിമലയും ചർച്ചാക്റ്റും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന മണ്ഡലത്തിൽ അട്ടിമറികൾ നടക്കുമെന്നത് ഉറപ്പാണ്. VN വാസവൻ ഇടത് സ്ഥാനാർത്ഥിയായി എത്തിയത് പാർട്ടി വോട്ടുകളെ ഒന്നിച്ചു നിർത്തുമെങ്കിലും NSS അടക്കമുള്ള മതസാമുദായിക സംഘടനകളുടെ വോട്ട് ലഭിക്കുന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. PJ ജോസഫിന് സീറ്റ് നൽകാത്തതിലെ പ്രശ്നവും കേരള കോൺഗ്രസ് തർക്കവും തോമസ് ചാഴിക്കാടനും വെല്ലുവിളിയാകുന്നു. NDA സ്ഥാനാർത്ഥിയായി PC തോമസ് എത്തിയത് ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിട്ടുണ്ട്. സംഘപരിവാർ സംഘടനകളുടെ പിന്തുണ PCക്ക് ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇത്തരത്തിൽ വിജയപരാജയ സാധ്യതകൾ 3 മുന്നണികൾക്കും ഒരുപോലെയാണ് കോട്ടയം മണ്ഡലത്തിൽ. പ്രചരണം കൊഴുക്കുമ്പോൾ ഇതിൽ ആർക്ക് മേൽക്കൈ ലഭിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.